ഹായ് ഓൾ, വെൽക്കം ടു മിലോ വ്ലോഗ്സ്. നമുക്കിന്ന് ആക്ടിവിറ്റി 4 എന്താണെന്ന് നോക്കിയാലോ? അതെ, നമ്മുടെ കുട്ടിയെ കാണാതായി കഴിഞ്ഞ് പേരൻസ് പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞത് ഒരു റിട്ടേൺ കംപ്ലൈൻറ്റ് വേണമെന്നാണ്. അങ്ങനെ പേരൻസ് ഒരു കംപ്ലൈൻറ്റ് എഴുതി പോലീസിന് കൊടുത്തു. അപ്പോൾ പോലീസുകാർ ആ കംപ്ലൈൻറ്റ് വായിച്ച ശേഷം ഈ ഒരു വാർത്ത അത് ന്യൂസിൽ കൊടുത്തു, ടെലിവിഷനിൽ ന്യൂസ് ചാനലിൽ കൊടുക്കുവാണ്. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് നമ്മൾ കണ്ടിട്ടില്ലേ, ന്യൂസ് ഇങ്ങനെ എഴുതി പോകുന്നത് ചാനലിൽ. അങ്ങനെ ഒരു സ്ക്രോളിംഗ് ന്യൂസായിട്ട് എങ്ങനെയാണ് ഇത് മാറുക എന്ന് നമുക്ക് നോക്കിയാലോ? നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ അവർ കൊടുത്ത റിട്ടേൺ കംപ്ലൈൻ്റ് ഉണ്ട്. ആ കംപ്ലൈൻറ്റിൻ്റെ ഉള്ളിൽ കുട്ടിയുടെ പേരെന്താണ്, കുട്ടിയുടെ ഹൈറ്റ്, കുട്ടിയുടെ രൂപം എല്ലാം എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ ലെറ്റർ വായിച്ച ശേഷം നമ്മളൊരു സ്ക്രോളിംഗ് ന്യൂസ് പ്രിപ്പയർ ചെയ്യാൻ പോവുകയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കിയാലോ? എ 9-year-old ബോയ്, ഒരു 9 വയസ്സ് പ്രായമുള്ള ബോയ്, നെയ്മഡ് റിയോ ഈസ് മിസ്സിംഗ്. പേരെന്താണ്? റിയോ. അവൻ എന്താണ്? മിസ്സിംഗ് ആണ്. ഫ്രം, എവിടെ നിന്ന്? ഫ്രം ദേവനന്ദ് ഫെസ്റ്റിവൽ ഗ്രൗണ്ട്. എവിടെ നിന്നാണ് മിസ്സിങ്? ദേവനന്ദ് ഫെസ്റ്റിവൽ ഗ്രൗണ്ടിൽ നിന്ന്. ഓൺ 10th May 2015. എന്നാണ് മിസ്സിങ് എന്നാണ് നമ്മൾ ഓൺ എന്ന് എഴുതിയിരിക്കുന്നത്. ഇനി ഹി വാസ് വിയറിംഗ് എ ബ്ലൂ ഷർട്ട്. അവൻ എന്താണ് ധരിച്ചുകൊണ്ടിരുന്നത്? ഹി വാസ് വിയറിംഗ് എ ബ്ലൂ ഷർട്ട്, യെല്ലോ ഷോർട്സ്, മഞ്ഞ നിക്കറുണ്ടായിരുന്നു, യെല്ലോ ഷോർട്സ്, ആൻഡ് എ വൈറ്റ് ക്യാപ്പ്, പിന്നെ ഒരു വെളുത്ത ക്യാപ്പും. ഹി ഈസ് അബൌട്ട് 140 centimeter ഇൻ ഹൈറ്റ്. അവന് 140 centimeter ഉയരമുണ്ടായിരുന്നു. ആൻഡ് ദെയർ ഈസ് എ സ്കാർ ഓൺ ദ റൈറ്റ് സൈഡ് ഓഫ് ഹിസ് ഫോർഹെഡ്. അതോടൊപ്പം അവന്റെ നെറ്റിയുടെ വലതുവശത്ത് ഒരു വരയുമുണ്ട്. ഇഫ് എനിബഡി ഫൈൻഡ് ഹിം, ആരെങ്കിലും അവനെ കണ്ടെത്തിയാൽ, കൈൻഡ്ലി കോണ്ടാക്ട് നിയർ ബൈ പോലീസ് സ്റ്റേഷൻ, ദയവായി എന്ത് ചെയ്യണം? സമീപിക്കണം. കൈൻഡ്ലി കോണ്ടാക്ട്, ദയവായി സമീപിക്കണം. നിയർ ബൈ പോലീസ് സ്റ്റേഷൻ, തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ. ഇതാണ് നമ്മുടെ സ്ക്രോളിംഗ് ന്യൂസ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ റിയോ എന്ന കുട്ടിയെ മിസ്സിംഗ് ആണ് എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കാനായിട്ട് തയ്യാറാക്കിയിരിക്കുന്ന സ്ക്രോളിംഗ് ന്യൂസ്. ഹായ്, അപ്പോൾ നമുക്കിനി അടുത്തതായിട്ട് ആക്ടിവിറ്റി 5 കടന്നാലോ? ഒരു അനൗൺസ്മെന്റ് പ്രിപ്പയർ ചെയ്യുക. ദ ചൈൽഡ്സ് ഫാദർ ആൻഡ് മദർ വെന്റ് ടു ദി ഇൻഫർമേഷൻ സെന്റർ ഓഫ് ദ സമ്മർ ഫെസ്റ്റിവൽ. അപ്പോൾ കുട്ടിയെ കാണാതായി കഴിഞ്ഞ് മാതാപിതാക്കൾ എവിടേക്ക് ചെന്നു? ഇൻഫർമേഷൻ സെന്ററിലേക്ക്. ഈ ഫെസ്റ്റിവൽ ഗ്രൗണ്ടിന്റെ അടുത്തൊരു ഇൻഫർമേഷൻ സെന്റർ ഉണ്ടാവുമല്ലോ, അവിടേക്ക് ചെന്ന് അവിടെയുള്ളവരോട് കുട്ടിയെ കാണുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നിന്ന് ഈ കുട്ടിയെ ആരെങ്കിലും കണ്ടവരുണ്ടോ എന്നെല്ലാം ചോദിച്ചൊരു അനൗൺസ്മെന്റ് പറയും. നമ്മൾ ഇതിനു മുമ്പ് പലയിടത്തും കേട്ടിട്ടുള്ളതാണ്, കുറേ ആളുകൾ ഉള്ളിടത്ത് ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ സെന്റർ ഉണ്ട്, ആളുകൾ കൂടുന്നിടത്ത്. ആരെങ്കിലും മിസ്സിംഗ് ആയിട്ടുണ്ടെങ്കിൽ ഇവര് അവിടുന്ന് അനൗൺസ് ചെയ്യും. അപ്പം നമുക്ക് അതിനായിട്ടൊരു ലൈക്ലി അനൗൺസ്മെന്റ് പ്രിപ്പയർ ചെയ്താലോ? അപ്പോൾ ഇതാണ് അനൗൺസ്മെന്റ്. എ 9-year-old ബോയ് ഈസ് മിസ്സിംഗ് ഫ്രം ദിസ് ഫെസ്റ്റിവൽ ഗ്രൗണ്ട്. ഈ ഫെസ്റ്റിവൽ ഗ്രൗണ്ടിൽ നിന്ന് ഒരു 9 വയസ്സുള്ള ആൺകുട്ടി മിസ്സിംഗ് ആണ്. ഹി ഈസ് വിയറിംഗ് എ ബ്ലൂ ഷർട്ട്, യെല്ലോ ഷോർട്സ് ആൻഡ് വൈറ്റ് ക്യാപ്പ്. അവൻ ധരിക്കുന്നത് ഒരു ബ്ലൂ ഷർട്ടും യെല്ലോ ഷോർട്സും വൈറ്റ് ക്യാപ്പുമാണ്. ഇഫ് എനിബഡി ഫൈൻഡ് ഹിം കൈൻഡ്ലി കോണ്ടാക്ട് ഹിസ് ഫാദർ. ആരെങ്കിലും അവനെ കണ്ടെത്തിയാൽ ദയവായി അവന്റെ അച്ഛനുമായി കോണ്ടാക്ട് ചെയ്യുക എന്ന് പറഞ്ഞ് മൊബൈൽ നമ്പർ. ഇത്രയല്ലേ ഒരു അനൗൺസ്മെന്റ് സെന്ററിൽ നിന്ന് പറയുള്ളൂ, ഒരു ഇൻഫർമേഷൻ സെന്ററിൽ നിന്നും. അപ്പോൾ ഇതാണ് അനൗൺസ്മെന്റ്.